Mega political war erupts in Kerala a day before Rahul Gandhi is set to file nomination from Wayanad. Both the left and the BJP have attacked the Congress. BJP Kerala chief K. Surendran, who is also fighting from Wayanad, came down heavily on the Congress after SDPI, a political arm of banned PFI, backed the Congress. BJP alleged that radical groups are backing Congress, adding that Congress is compromising national interests for votes. On the other hand, SDPI said they were sitting with the Congress because it is a secular party. On the other hand, Kerala Chief Minister Pinarayi Vijayan has hit out at Rahul Gandhi, saying that everybody is questioning Gandhi's decision to come to Kerala and not fight against the BJP-led centre, adding that India Bloc was formed to ensure that the BJP does not come to power for a third consecutive time. Remember, Congress leader Rahul Gandhi will be seeking re-election in the Wayanad Lok Sabha seat, where he is pitted against Annie Raja of the CPI. Both leaders will be filing their nominations tomorrow. You are always speaking about the secularism loudly, but what is your stand on this move by the Kerala UDF leaders? So you have to clear your stand. Seeking the support of the PFI, is it a secularist move? You are always working for the anti-national elements, urban Naxals. കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത്. രണ്ട് മുന്നണികളും നമ്മളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ. അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിംഗ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ അവിടെ? पिनराई विजयन अपने केरल के चुनाव में डर गए हैं. कांग्रेस पार्टी पूरी ताकत से वहां चुनाव लड़ रही है. श्री राहुल गांधी जी वहां के सांसद हैं. लेफ्ट ने और कांग्रेस ने इंडिया गठबंधन में साथ रहने का फैसला किया है और केरल में आपस में लड़ने का फैसला किया है. उस लड़ाई की मर्यादा को पिनराई विजयन को रखना चाहिए.